Unboxing and product review of smart multimeters DT22, AI and DT21N. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് DT22AI എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഈ ഒരു മൾട്ടിമീറ്റർ നമുക്ക് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ വാറണ്ടി കാർഡ് പോലത്തെ ഒരു സ്ട്രിപ്പ്, അതിനകത്തൊരു യൂസർ മാനുവൽ വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഒരു ചാർജിങ് കേബിൾ, ഒരു കാലിബ്രേഷൻ കേബിളാണ്. പിന്നെ നമുക്ക് രണ്ട് പ്രോബ് വരുന്നുണ്ട്, മൾട്ടിമീറ്ററിൻ്റെ രണ്ട് പ്രോബ്. ഓക്കെ, പിന്നെ അടുത്തതാണ് നമ്മുടെ മൾട്ടിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ മൾട്ടിമീറ്റർ. ഇത് കാണുമ്പോൾ തന്നെ നല്ല പ്രീമിയം ലുക്കാണ് ഇതിന് വരുന്നത്. അതേപോലെ തന്നെ ഫുള്ള് മെറ്റൽ ബോഡിയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്, ഫുള്ള് മെറ്റലായിട്ട് ബോഡിയാണ്. പിന്നെ മെയിനായിട്ട് വരുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഫുൾ ഡിസ്പ്ലേ വിത്ത് ടച്ചാണ് വരുന്നത്. ഓക്കെ, ഫുൾ ഡിസ്പ്ലേ വിത്ത് ടച്ചാണ്. അതേപോലെ തന്നെ ഇതിലൊരു ലൈറ്റ്, ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതൊരു ചാർജിങ് ആണ്, ചാർജബിൾ മൾട്ടിമീറ്റർ ആണ്. ഇതിൽ ഒരു സി ടൈപ്പ് പോർട്ട് കുത്താനുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സൈഡിൽ ഒരു സ്പീക്കറിൻ്റെ ഓപ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫീച്ചർ എന്താണെന്ന് മനസ്സിലാവും. ഓട്ടോ മോഡ്. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്, ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന മൾട്ടിമീറ്റർ ആണ്. അതോടുകൂടി തന്നെ ഇതൊരു AI ഫീച്ചർ ഇൻബിൽറ്റ് ആയിട്ടുള്ള മൾട്ടിമീറ്റർ ആണ്. AI ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇതിനോട് എന്ത് ചെയ്യാം, ജസ്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ എന്താണോ ഇതിൽ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ AI ഫീച്ചർ നമുക്ക് ഇങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതിനൊരു ഹായ് വെച്ച് നോക്കാം. ഹായ് ലൂസി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് സംസാരിക്കാനുള്ളൊരു ഓപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേര് ലൂസി എന്നാണ്, മറക്കണ്ട. ഓക്കെ, അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നത് വെച്ചാൽ NCV എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. NCV എന്ന് പറഞ്ഞാൽ നമുക്ക് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ മാഗ്നറ്റിക് ഡിറ്റക്ഷൻ ചെയ്തിട്ട് പിന്നെ വോൾട്ടേജിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒരു വയറിൽ ഇപ്പോൾ വോൾട്ടേജ് കറണ്ട് പാസ്സായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അടുത്തിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് അത് ഇതിൽ പിന്നെ ബീപ്പ് സൗണ്ട് എന്ത് ചെയ്യും, കേൾക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് കണക്ഷൻ നിന്ന് പോകുന്നിടത്ത് എന്താവും, ഇത് കട്ടായിട്ട് നമുക്ക് കാണിച്ചത്. അതിപ്പോൾ ഓൾറെഡി കുറേ മൾട്ടിമീറ്റേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിലൊരു ടോർച്ച്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ജസ്റ്റ് ഒരു ഫ്ലാഷ് ലൈറ്റ് എന്ത് ചെയ്യും, കത്തും. അതേപോലെ തന്നെ ജസ്റ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ ഓഫ് ആവുന്നതാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ഹോൾഡ്, നമ്മൾ എന്താണോ ചെക്ക് ചെയ്യുന്നത് അത് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ AI ഫീച്ചർ ഈ ബട്ടണിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. പിന്നെ ഇത് ചാർജബിൾ ആയതുകൊണ്ട് തന്നെ ഇത് ഓപ്പൺ ആക്കാനോ ബാറ്ററി ഇടേണ്ടയോ ആവശ്യം എന്ത് ചെയ്യുന്നില്ല, ഇതിനകത്ത് വരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഗ്രാഫിക് ഡിസ്പ്ലേ ആണ്, കളർ ഡിസ്പ്ലേ ആണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. പിന്നെ ഇതിൻ്റെ അടിഭാഗത്താണ് എന്ത്, ഇതിൻ്റെ കണക്ഷൻസ്, പിന്നെ പ്രോബ് കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ, നെഗറ്റീവ് പ്രോബും പോസിറ്റീവ് പ്രോബും കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതിൻ്റെ അടിഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഓരോ മോഡ്സിലേക്ക് മാറ്റി കൊടുക്കേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ ഒരു മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ ഫുള്ളി നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്, ഫുള്ളി എങ്ങോട്ട് വേണമെങ്കിൽ മാറ്റിയിട്ടിട്ട് വേണം എന്താക്കുക ഇത് ഉപയോഗിക്കണമെങ്കിൽ. പക്ഷേങ്കിൽ ഇപ്പോൾ വരുന്ന ഈ പുതിയ മോഡൽ മൾട്ടിമീറ്ററിൽ നമുക്ക് എല്ലാ മോഡും ഓട്ടോമാറ്റിക്കലി ഇത് റീഡ് ചെയ്ത് പറഞ്ഞു തന്നിരിക്കും. ഇപ്പോൾ നമുക്ക് ഇതിനകത്തൊരു AC വോൾട്ടേജ് അല്ലെങ്കിൽ DC വോൾട്ടേജ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു മോഡ് ഇങ്ങനെ മാറ്റിയിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ചെറിയ ഡിസ്പ്ലേ ആണ്. ഇതാണ് നമ്മൾ പഴയ കൂടുതലും എല്ലാ ടെക്നീഷ്യന്മാരും ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൾട്ടിമീറ്ററാണ് ഇത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും അഡ്വാൻസ്ഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മൾട്ടിമീറ്റർ നമുക്ക് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഫുള്ളി ഡിസ്പ്ലേ ആണ്, ഓട്ടോമാറ്റിക് ആണ് ഫുള്ള് നമുക്ക് ഇപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്യുക, ജസ്റ്റ് അവിടെ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ തന്നെ പിന്നെ ഫുള്ള് കാര്യങ്ങൾ ഇങ്ങോട്ട് എന്ത് ചെയ്യും, AI ഫീച്ചർ യൂസ് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. അതുപോലെ തന്നെ ഫുൾ ഓട്ടോമാറ്റിക്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പുതിയ മോഡൽ മൾട്ടിമീറ്ററിൽ വരുന്നത്. ഇതും കൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ വർക്ക് വളരെ എളുപ്പത്തിൽ സ്മൂത്ത് ആക്കാനും അതേപോലെ തന്നെ വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കെല്ലാം നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു മൾട്ടിമീറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പുതിയ മോഡൽ AI DT22AI എന്ന് പറഞ്ഞ മോഡൽ. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു മൾട്ടിമീറ്റർ ആണ് DT21N എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സെയിം മോഡലാണ്. പക്ഷേങ്കിൽ ആ ഒരു മൾട്ടിമീറ്റർ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് കുറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ മൾട്ടിമീറ്റർ വരുന്നത്. അപ്പോൾ ഈ മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ ഫുള്ളി പ്ലാസ്റ്റിക് ബോഡിയാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് വരുന്നത്. ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഫുൾ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. AI ഫീച്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു മൾട്ടിമീറ്റർ ഈ ഒരു മോഡലിൽ എന്ത് ചെയ്യുന്നില്ല,
വരുന്നില്ല, AI ഫീച്ചർ വരുന്നില്ല. പക്ഷേ ബാക്കിയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ചാർജിങ്ങിനുള്ള ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ സൈഡിൽ വരുന്നുണ്ട്. പക്ഷേ മറ്റേ C ടൈപ്പ് ആണെങ്കിൽ ഇത് V8 മോഡലാണ് എന്ത് ചെയ്യുന്നത്, ചാർജിങ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് ഓൺ ആക്കുമ്പോൾ തന്നെ ഫുൾ ഡിസ്പ്ലേ, അതേപോലെ തന്നെ കളർ ഡിസ്പ്ലേ ആണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമുക്ക് ഓൺ ആക്കി വെക്കാം. ജസ്റ്റ് ഓൺ ആക്കുമ്പോൾ തന്നെ കളർ ഡിസ്പ്ലേ, അതേപോലെ തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ മറ്റേ പോലെ തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. അതേപോലെ തന്നെ NCV എന്ന് പറഞ്ഞ ഓപ്ഷൻ, പിന്നെ അതേപോലെ തന്നെ ടോർച്ച് കാര്യങ്ങളൊക്കെ ഇതിനും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഹോൾഡിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഇത് ഫുള്ള് ഓട്ടോമാറ്റിക് ആണ്. ജസ്റ്റ് നമ്മൾ നോക്കണം, മറ്റേത് ചിലപ്പോൾ നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്താ വെച്ചാൽ AI ഫീച്ചറിലുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു തരും. പക്ഷേ ഇതിലെന്താണോ, നമുക്ക് കാര്യങ്ങൾ സാധാ മൾട്ടിമീറ്റർ നോക്കുന്ന പോലെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, റീഡിങ് മനസ്സിലാക്കാം. പക്ഷേ എങ്കിൽ എന്താണ്, ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് എന്ത് ചെക്ക് ചെയ്യണമെങ്കിലും ഇതിൽ ജസ്റ്റ് കണക്ട് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. നമുക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്തിടേണ്ട ആവശ്യമായിട്ട് വരുന്നില്ല. ഇതിൻ്റെ കണക്ഷൻസ് ഇതിൻ്റെ അടിഭാഗത്താണ് എന്ത് ചെയ്യുന്നത് വരുന്നത്, ഇതിൻ്റെ പ്രോബ് കണക്ട് ചെയ്യേണ്ട ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ ഈ ഒരു പുതിയ മോഡൽ മൾട്ടിമീറ്ററിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എന്ത് ചെയ്യാം, ഓൾ കേരള ഡെലിവറിയും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഓക്കെ, ബൈ. ബ്ലോവർ ആയിക്കോട്ടെ, അയൺ ആയിക്കോട്ടെ, OCM മെഷീൻ ആയിക്കോട്ടെ, ഫ്ലെക്സ് ബോണ്ടിങ് മെഷീൻ ആയിക്കോട്ടെ, ഇനി കംപ്ലൈന്റ് ആയാൽ നിങ്ങൾ അത് പഴയത് മാറ്റി പുതിയത് വാങ്ങണമെന്നില്ല. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ഇതിനൊക്കെ സർവീസ് ഞങ്ങളുടെ കയ്യിൽ ലഭ്യമാണ്.